ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് ഋഗ്വേദത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഒരു ധനികൻ തന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നവനെ തൃപ്തിപ്പെടുത്തട്ടെ, ദീർഘദൂരം അങ്ങനെ നീങ്ങട്ടെ എന്നാണ് ആ വാക്യം. ധനം നേടാൻ കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് ധനത്തെ വേണ്ട വിധം വിനിയോഗിക്കലാണ്. അതായത് സ്വന്തം ആവശ്യങ്ങൾക്കും ധർമാവശ്യങ്ങൾക്കുമായി അതിനെ ഉപയോഗിക്കണം. തൻ്റെ ധനം സമ്പാദനത്തിൽ നിന്നും 1/10 ഭാഗം ധർമ്മപരമായ കാര്യങ്ങൾക്ക് നീക്കി വയ്ക്കണമെന്നാണ് വ്യവസ്ഥ. അതിനെ ദശമാംശം എന്നാണ് പറയുന്നത്. ഹിന്ദുധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ ധനവും ഈശ്വരൻ്റേതാണ്. നാം നമ്മുടെ ധനം എന്ന് അഭിമാനിക്കുന്നതെല്ലാം ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. അതിൻ്റെ 10% ധാർമ്മിക കാര്യത്തിന് ചിലവഴിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ധനത്തിന് 3 ഗതികളുണ്ടെന്ന് പഞ്ചതന്ത്രത്തിൽ പറയുന്നു. ഒന്ന് ദാനം, മറ്റൊന്ന് ആവശ്യത്തിന് ഉപയോഗിക്കൽ, മൂന്നാമത് നാശം. ദാനമാണ് നമ്മുടെ ധനത്തിനുണ്ടാകുന്ന ഗതിയെങ്കിൽ ആ ധനമാണ് ധന്യമെന്ന് മഹാത്മാവായ തുളസീദാസും പറഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നതും ധനത്തിൻ്റെ പ്രധാന ധർമ്മമാണ്.